Hello, Namaskaram. At the stroke of the midnight, the world sleeps. India will awake to freedom and life. August 15 ഇന്ത്യൻ ജനതയോടായി ജവഹർലാൽ നെഹ്റു പറഞ്ഞ വാക്കുകളാണിത്. നൂറ്റാണ്ടുകളായി ഇന്ത്യയെ ഭരിച്ചു മുടിച്ച ബ്രിട്ടീഷ് ഭരണകൂടത്തിൽ നിന്നും ഇന്ത്യ മോചിതമാകുന്ന ആ ദിനം 1947 ഓഗസ്റ്റ് 15. 1600 ഡിസംബർ 31 അന്നത്തെ ബ്രിട്ടനിലെ റാണിയായിരുന്ന എലിസബത്ത് രാജ്ഞിയുടെ അംഗീകാരത്തോടെ ഇന്ത്യയുമായി വ്യാപാരം ചെയ്യാൻ വന്ന ഒരു സംഘം വ്യാപാരികളിൽ തുടങ്ങി. 1757 ഇന്ത്യയിലെ അന്നത്തെ ഏറ്റവും സമ്പന്ന നാട്ടുരാജ്യമായിരുന്ന ബംഗാൾ പിടിച്ചടക്കിയ ശക്തിയായ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആയിരുന്നു ഇന്ത്യയിലെ സാമ്രാജ്യത്വ വികസനത്തിലെ ഏറ്റവും വലിയ ശക്തി ഉണ്ടായിരുന്ന യൂറോപ്യന്മാർ. തുടർന്ന് 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലൂടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി അന്നത്തെ ഇന്ത്യൻ ജനതയുമായി വലിയ രീതിയിലൊരു ഏറ്റുമുട്ടൽ നടന്നു. തുടർന്ന് ബ്രിട്ടീഷ് പാർലമെൻറ്റിൻ്റെയും അവിടുത്തെ ഭരണകൂടത്തിൻ്റെയും ഇടപെടൽ ഇന്ത്യയുടെ കാര്യത്തിൽ ഉണ്ടായി. അങ്ങനെ 1858 ഇന്ത്യയിലെ ഭരണവ്യവസ്ഥയിൽ വലിയൊരു മാറ്റം കൊണ്ടുവന്നുകൊണ്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1858 ഇന്ത്യയിൽ അവതരിപ്പിച്ചു. തുടർന്ന് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണത്തിൽ നിന്നും ഇന്ത്യയുടെ ഭരണം നേരിട്ട് ബ്രിട്ടീഷ് റാണി ഏറ്റെടുത്തു. എന്നാൽ അപ്പോഴും ഇന്ത്യയിലെ വളർന്നു വരുന്ന ദേശീയ പ്രസ്ഥാനത്തിന് വിവിധ തരം മുഖങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരുന്നു. 1885 ആലൻ ഒക്ടോവിയൻ ഹ്യൂം എന്ന മുൻ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ്റെ മേൽനോട്ടത്തിൽ രൂപീകരിക്കപ്പെട്ട ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രൂപീകരണത്തോടെ ഇന്ത്യയിലെ ദേശീയ പ്രസ്ഥാനത്തിന് പുതിയ മാനം കൈവന്നു. ആദ്യകാലങ്ങളൊക്കെ മിതവാദി ദേശീയ കാലഘട്ടത്തിൽ തുടങ്ങുന്നു. 1905 മുതൽ അത് തീവ്ര ദേശീയ കാലഘട്ടത്തിലേക്ക് വളരുകയും പിന്നീട് സമാധാനത്തിലൂടെയും നമ്മളുടെ അവകാശങ്ങൾ ചോദിച്ചു വാങ്ങി അറിയിക്കാമെന്ന് നമ്മളെ ഗാന്ധിജി പഠിപ്പിച്ച 1919 മുതലുള്ള ഗാന്ധിയൻ കാലഘട്ടവും ഇന്ത്യ കണ്ടു. അങ്ങനെ അതിഭീകരമായ സാമ്രാജ്യത്വത്തിൻ്റെയും സാമ്രാജ്യത്വ വിരുദ്ധതയുടെയും ഒരു കൊടിയ കാലഘട്ടമായിരുന്നു. ഇന്ത്യയിലെ സാധാരണ ജനങ്ങളെ വൻതോതിൽ ബ്രിട്ടീഷുകാർ കൊള്ളയടിച്ചു. ഇന്ത്യയുടെ സമ്പത്തും ബ്രിട്ടീഷുകാർ വൻതോതിൽ കൊള്ളയടിച്ചു. നമുക്കാവശ്യം വേണ്ടിയിരുന്നത് സ്വാതന്ത്ര്യം മാത്രമായിരുന്നു. ഒടുവിൽ നൂറ്റാണ്ടുകളായിട്ടുള്ള നമ്മുടെ സമര പോരാട്ടങ്ങൾക്കൊടുവിൽ ഇന്ത്യയിൽ അന്ന് വൈസ്രോയി ആയിരുന്നുണ്ടായിരുന്ന മൗണ്ട് ബാറ്റൻ പ്രഭുവിൻ്റെ കാലഘട്ടത്തിൽ ഇന്ത്യക്കൊടുവിൽ സ്വാതന്ത്ര്യം നൽകാമെന്ന് ബ്രിട്ടന് സമ്മതിക്കേണ്ടി വന്നു. ഇതിൻ്റെ ഭാഗമായിട്ട് ജൂൺ 3 പദ്ധതി, ബാൽക്കൻ പദ്ധതി, ഡിക്കി ബേർഡ് പദ്ധതി എന്നറിയപ്പെടുന്ന മൗണ്ട് ബാറ്റൻ പദ്ധതി ഇന്ത്യയിൽ അവതരിപ്പിച്ചു. മൗണ്ട് ബാറ്റൻ പദ്ധതി പ്രകാരം ഇന്ത്യയെ ഒരു സ്വതന്ത്ര രാജ്യമായി പ്രഖ്യാപിക്കാമെന്നും തുടർന്ന് ഇന്ത്യയിലെ ബംഗാൾ, പഞ്ചാബ് മേഖലകളിലെ ഇസ്ലാമിക ഭൂരിപക്ഷമുള്ള മേഖലകളെ വേർതിരിച്ചുകൊണ്ട് അവിടെ നിന്നും ഒരു പാകിസ്ഥാൻ രൂപീകരിച്ച് നൽകാമെന്നും വാഗ്ദാനം ചെയ്യപ്പെട്ടു. അങ്ങനെ ഈ മൗണ്ട് ബാറ്റൻ പദ്ധതിയുടെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ അവതരിപ്പിച്ച അവസാന നിയമമായ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് 1947 കടന്നു വന്നത്. എന്നാൽ ഇന്ത്യ സ്വതന്ത്രമായി എന്ന് നമ്മൾ പറഞ്ഞെങ്കിലും ഇന്ത്യയിൽ നിന്നും നമ്മുടെ സഹോദരങ്ങളായി തന്നെ ഉണ്ടായിരുന്ന മുസ്ലിം സഹോദരങ്ങളെ പ്രധാനമായും ബംഗാൾ, പഞ്ചാബ് മേഖലകളിൽ നിന്നും വേർതിരിച്ച് പാകിസ്ഥാൻ രൂപീകരിച്ചത് അന്ന് ഇന്ത്യയിൽ വലിയ രീതിയിലുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങൾക്ക് കാരണമായി. അതിർത്തി കടന്നുള്ള അഭയാർത്ഥി പ്രവാഹങ്ങളും അതിർത്തിയിലുണ്ടായിരുന്ന മതസംഘർഷങ്ങളും വളരെ രൂക്ഷമായി. അങ്ങനെ ഒരുപാട് പേരുടെ ജീവത്യാഗം നമുക്ക് അവിടെയും കാണേണ്ടി വന്നു. ഒടുവിൽ 1947 ഓഗസ്റ്റ് 14 ഇന്ത്യയിൽ നിന്നും വേർതിരിച്ചുകൊണ്ട് ഇസ്ലാമിക ഭൂരിപക്ഷമുള്ള മേഖലയായ പാകിസ്ഥാൻ ഒരു സ്വതന്ത്ര രാജ്യമായി പ്രഖ്യാപിക്കുന്നു. തൊട്ടടുത്ത ദിവസം അർദ്ധരാത്രിയിൽ 1947 ഓഗസ്റ്റ് 15 ഇന്ത്യയും ഒരു സ്വതന്ത്ര രാജ്യമായി പ്രഖ്യാപിച്ചു. അങ്ങനെ നൂറ്റാണ്ടുകളായി പഴകി മറന്ന മാറി വന്ന ആധുനികതയുടെയും ദേശീയതയുടെയും നവോത്ഥാന മൂല്യങ്ങളുടെയും ഒക്കെ പാത്രമായ ഇന്ത്യ ഇന്ന് ലോകം കണ്ട ഏറ്റവും വലിയ രാജ്യങ്ങളിൽ ഒന്നായി ഇന്നും തലയുയർത്തി തന്നെ നിൽക്കുന്നു. ഒടുവിൽ അങ്ങനെ വീണ്ടും ഇതാ ഒരു സ്വാതന്ത്ര്യ ദിനം കൂടി വന്നു ചേർന്നിരിക്കുന്നു. നമുക്ക് വേണ്ടി ഈ സ്വാതന്ത്ര്യം നേടിത്തന്ന ധീരരായിട്ടുണ്ടായിരുന്ന നമ്മുടെ ദേശസ്നേഹികളെ ഓർക്കാനുള്ള ഒരു നിമിഷം. തീർച്ചയായും നമുക്ക് നമ്മളുടെ എല്ലാ നന്ദിയും സ്നേഹവും അവരോട് അറിയിച്ചുകൊണ്ട് ഈ ദിനത്തെ നമുക്ക് കൂടുതൽ സന്തോഷവും ഊർജ്ജമുള്ളതുമാക്കി മാറ്റാം. താങ്ക് യു.